महाभारतं महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. ഇങ്ങനെ ആ ഇന്ദ്രലോകത്ത് വളരെ സുഖമായി അർജുനൻ വസിച്ചു വരവേ ലോകങ്ങളിലൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോമശ മഹർഷി ഒരു ദിവസം ദേവേന്ദ്രനെ കാണുവാൻ അമരാവതിയിലെത്തി. ആ മഹർഷി ഇന്ദ്രനെ നമസ്കരിച്ചു. അതേസമയം ഇന്ദ്രനോടൊപ്പം തന്നെ ഇന്ദ്രാസനത്തിലിരിക്കുന്ന അർജുനനെ കണ്ട് മഹർഷിക്ക് സംശയം വളർന്നു. ക്ഷത്രിയനായ അർജുനൻ ഇന്ദ്രാസനത്തിൽ കയറിയിരിക്കുവാൻ എന്ത് അർഹതയാണ് നേടിയത്? ഈ മഹത്തായ സ്ഥാനം അലങ്കരിക്കത്തക്ക സത്കർമ്മങ്ങൾ എന്താണ് അർജുനൻ ചെയ്തിട്ടുള്ളത്? ഈ മർത്യൻ ഏതൊക്കെ പുണ്യലോകങ്ങളാണ് നേടിയിട്ടുള്ളത്? ദേവന്മാരാൽ നമസ്കരിക്കപ്പെടുന്ന ഈ ഉന്നത പദവി എങ്ങനെ ഒരു മനുഷ്യനായ ഈ അർജുനന് ലഭിച്ചു? ഇങ്ങനെ ലോമശനിൽ വളർന്ന ഈ സംശയം ഇന്ദ്രൻ തിരിച്ചറിഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു: ബ്രഹ്മർഷേ, അങ്ങയുടെ മനോവിചാരം ഞാൻ അറിയുന്നു. അങ്ങയുടെ സംശയം ഞാൻ തീർത്തു തരാം. അർജുനൻ ഒരു സാധാരണ മനുഷ്യനല്ല. ഇപ്പോൾ മനുഷ്യരൂപം ധരിച്ചിരിക്കുന്നു എന്ന് മാത്രം. മഹാഭുജനായ ഈ കുന്തിപുത്രൻ എൻ്റെ മകനാണ്. ചില കാരണങ്ങൾ മൂലം എന്നിൽ നിന്ന് അസ്ത്രങ്ങൾ സമ്പാദിക്കുവാനാണ് ഇവൻ ഇവിടെ എത്തിയത്. മാത്രമല്ല, അങ്ങേക്ക് പുരാണ മുനിസത്തമനായ നരഋഷിയെ അറിയില്ല എന്നത് എനിക്കും അത്ഭുതമായി തോന്നുന്നു. 3 ലോകങ്ങളിലും വിഖ്യാതരായ നരനാരായണ മുനിമാർ ഒരു പ്രത്യേക കാര്യനിർവഹണത്തിന് ധർമാർത്ഥം ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. മഹർഷികൾക്കും ദേവന്മാർക്കും കൂടി കാണുവാൻ വയ്യാത്ത വിശ്രുതമായ ബദരിയാശ്രമത്തിലാണ് മുൻപ് ഈ ജിഷ്ണുവും വിഷ്ണുവും പാർത്തിരുന്നത്. ഇങ്ങനെയൊക്കെ അർജുനന്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുത്തിട്ട് അലോമശ മഹർഷിയോട് പറയുകയാണ്, അർജുനന് കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങൾ ഈ ദേവലോകത്തുണ്ട്. അത് കഴിഞ്ഞാൽ ഇവൻ ഭൂമിയിലേക്ക് തിരിച്ചു പോകും. എന്നാൽ അതിനു മുൻപ് അർജുനൻ എവിടെയാണ് ഉള്ളത് എന്നൊന്നും അറിയാതെ വിഷമിക്കുന്ന ഇവന്റെ സഹോദരങ്ങൾ കാമ്യക വനത്തിൽ ഉണ്ട്. അങ്ങ് കാമ്യക വനത്തിൽ ചെന്ന് മഹാധർമ്മിഷ്ഠനും ശക്തനുമായ യുധിഷ്ഠിരനെ കണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ, ഞാൻ പറയുന്നതായി ഈ വാക്കുകൾ യുധിഷ്ഠിരനോട് പറയുക. അർജുനനെ ചിന്തിച്ച് ഉത്കണ്ഠ വേണ്ട. അവൻ സകല അസ്ത്രങ്ങളും നേടി അവിടെ ഉടനെ വരുന്നതാണ്. ഇനി അർജുനന് ഭീഷ്മരെയോ ദ്രോണരെയോ തോൽപ്പിക്കാൻ ഒരു വിഷമവും ഇല്ല. ഇനി അർജുനൻ അവിടെ എത്തുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ചെയ്യാൻ അങ്ങ് അവരെ ഉപദേശിക്കണം. അതായത് ഭ്രാതാക്കളോടുകൂടി യുധിഷ്ഠിരനോട് പുണ്യതീർത്ഥങ്ങളെല്ലാം സന്ദർശിച്ച് അവയിൽ സ്നാനം ചെയ്ത് പുണ്യവാനായി തീരാൻ പറയണം. അങ്ങനെ പാപം നശിച്ച് താപം കളഞ്ഞ് ജീവിച്ചാൽ പിന്നീട് അങ്ങേക്ക് രാജ്യം നേടി സസുഖം വാഴാൻ സാധിക്കും എന്ന ഈ സന്ദേശം അങ്ങ് പോയി യുധിഷ്ഠിരനെ അറിയിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്, മനുഷ്യർക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു കഷ്ടകാലം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് വന്നേക്കാം. ആ സമയത്ത് ആ വിധിയെ പഴിക്കാതെ ഏതോ ഒരു കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് സമാധാനിച്ച് കഴിയുന്നത്ര സമയം ഈശ്വര ഭജനയിൽ ഏർപ്പെടുക. അതിൽ തന്നെ പുണ്യതീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കാൻ സാധിക്കുന്നത്ര ചെയ്യുക. അങ്ങനെ കൂടുതൽ പുണ്യവാനായിട്ട് നമ്മുടെ പാപകർമ്മത്തിന്റെ ഫലമായിട്ടുള്ള ഈ കഷ്ടകാലത്തിന്റെ ആ തീവ്രത കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും.
ഇതേ സമയം കാട്ടിൽ വസിക്കുന്ന പാണ്ഡവരുടെ വിവരങ്ങളൊക്കെ അപ്പപ്പോൾ തന്നെ ചാരന്മാർ വഴി ധൃതരാഷ്ട്രർ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ നേടിയതും പിന്നീട് ഇന്ദ്രലോകത്തേക്ക് പോയതും ഒക്കെ അറിഞ്ഞിട്ട് ആകെ അസ്വസ്ഥനായി. അതേസമയം ഇവിടെ ജനമേജയ രാജാവ് ചോദിക്കുന്നു, മഹാമനസ്കനായ പാർത്ഥൻ അസ്ത്രങ്ങൾ സമ്പാദിക്കുവാനായി സ്വർഗലോകത്തേക്ക് പോയ കാലത്ത് യുധിഷ്ഠിരൻ മുതലായ പാണ്ഡവന്മാർ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ പറഞ്ഞു, അവർ കാമ്യക വനത്തിൽ തന്നെ കൃഷ്ണയോടുകൂടി പാർത്തു വന്നു. അർജുനന്റെ വിയോഗത്തിൽ അവർ തീവ്രമായ ദുഃഖത്തോടുകൂടെയാണ് പാർത്തു വന്നത്. രാജ്യം നഷ്ടപ്പെട്ട ദുഃഖവും അർജുനന്റെ വിയോഗ ദുഃഖവും മൂലം ദുഃഖാർത്തനായി മഹാബാഹുവായ ഭീമൻ ഒരു ദിവസം യുധിഷ്ഠിരനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭീമൻ ഇവിടെയും യുധിഷ്ഠിരനെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം യുധിഷ്ഠിരൻ പറഞ്ഞിട്ടാണ് അർജുനൻ പോയത്. മാത്രമല്ല, അന്നത്തെ കാലത്ത് ഒരാൾ നമ്മുടെ ഇടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും അവരെവിടെ എത്തി, എന്ത് ചെയ്യുന്നു എന്നൊന്നും അറിയാൻ യാതൊരു നിർവാഹവും ഇല്ല. അപ്പോൾ അർജുനൻ എവിടെ, എന്തു ചെയ്യുന്നു എന്ന് ഇവരാരും അറിയുന്നില്ല. അതിൻ്റെ വിഷമത്തിലാണ് ഭീമൻ പറയുന്നത്, യുധിഷ്ഠിരനോട് പറയുന്നത്, ഭവാൻ കൽപ്പിച്ചത് പ്രകാരമാണല്ലോ അർജുനൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. നമ്മൾ പാണ്ഡവന്മാരുടെ പ്രാണൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവനിലാണ്. അവൻ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നമ്മളില്ല. നമ്മളും നമ്മുടെ പുത്രന്മാരും പാഞ്ചാലന്മാരും സാത്യകിയും വാസുദേവനും പിന്നെ ഇല്ല തന്നെ. ഭവാൻ ആജ്ഞാപിക്കുകയാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച് അർജുനൻ എവിടേക്കോ പോയിരിക്കുകയാണ്. ഇതിലും വലിയ ദുഃഖം എന്താണ് സംഭവിക്കാനുള്ളത്? ശത്രുക്കളെ ജയിച്ച് ഭൂമി നേടുവാൻ അവന്റെ കൈകളാണ് നമുക്ക് ആശ്രയം. അങ്ങ് ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തിനാണ് അവനെ വിട്ടത് എന്നൊക്കെ ഇവിടെ യുധിഷ്ഠിരനെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് ഭീമൻ ചോദിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഭീമൻ പറയുകയാണ്, ഭവാൻ ക്ഷത്രധർമ്മജ്ഞനായ രാജാവായിട്ടും ആ ധർമ്മത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്നത് ഒട്ടും ന്യായമല്ല. അങ്ങ് എത്രയും പെട്ടെന്ന് അർജുനൻ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തി അർജുനനെയും അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണനെയും ഉടനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് 12 വർഷം കഴിയുവാൻ കാക്കാതെ കാട്ടിൽ നിന്ന് പുറത്തു കടന്ന് ആ ധാർത്തരാഷ്ട്രന്മാരെ മുഴുവൻ കൊന്നൊടുക്കണം. ശത്രുക്കൾ അവരുടെ സൈന്യബലം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് നാം അവരെ ഒടുക്കിക്കളയണം. എന്നിട്ട് ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമാണ് ഭീമൻ പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങേക്ക് കാട്ടിൽ കഴിഞ്ഞേ തീരൂ, അത് അങ്ങയുടെ ധർമ്മത്തിന് യോജിച്ച കാര്യമാണ്, എങ്കിലേ അങ്ങയുടെ ധർമ്മ മര്യാദ പൂർത്തിയാവുള്ളൂ എന്നാണ്. അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ശത്രുക്കളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഭവാന് കാട്ടിലേക്ക് മടങ്ങിപ്പോരാം. അങ്ങനെയാകുമ്പോൾ പിന്നെ ഭവാനെ സത്യലംഘന പാപം ബാധിക്കുകയില്ല. അഥവാ വല്ല പാപവും ഉണ്ടെങ്കിൽ അത് നമുക്ക് വിവിധ യജ്ഞങ്ങൾ കൊണ്ട് പരിഹരിച്ച് പുണ്യം നേടുകയും ചെയ്യാം. അപ്പോൾ യുധിഷ്ഠിരൻ ഭീമനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മഹാബാഹോ, നീ തീർച്ചയായും പറഞ്ഞ മാതിരി തന്നെ സുയോധനനെ കൊല്ലും. പക്ഷേ ഒന്നു കാത്തിരിക്കൂ. 13 വർഷം കഴിഞ്ഞതിന് ശേഷം ഗാണ്ഡീവധാരിയായ അർജുനനോടുകൂടി ചെന്ന് നീ അവനെ സംഹരിക്കും. അതുവരെ ക്ഷമിക്കുക. നീ പറഞ്ഞതുപോലെ കാലമായിട്ടില്ല. അങ്ങനെ കരുതുന്നത് എനിക്ക് സമ്മതമല്ല. പാപകരമായ വഞ്ചന കൂടാതെ തന്നെ നിനക്ക് ദുര്യോധനനെ കൂട്ടത്തോടെ കൊല്ലാമല്ലോ. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കൂ. ഇങ്ങനെയൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞ് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മഹാകീർത്തിമാനായ ബൃഹദശ്വ മഹർഷി അവിടെ കയറി വന്നു. ആ മഹർഷിയെ യഥാവിധി സ്വീകരിച്ച് ഇരുത്തിയിട്ട് യുധിഷ്ഠിരൻ തൻ്റെ സങ്കടം മുഴുവൻ ഈ മഹർഷിയോട് പറയുകയാണ്. അക്ഷകോവിദന്മാരായ, അക്ഷം എന്ന് വെച്ചാൽ ചൂത് നന്നായിട്ട് അറിയാവുന്ന എന്നാൽ ചതിയന്മാർ, ചൂതറിയാത്തവനായ എന്നെ ചതിച്ച് തോൽപ്പിച്ച് എൻ്റെ രാജ്യവും ധനവും ഒക്കെ അപഹരിച്ചു. ഇങ്ങനെ പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് മഹർഷിയോട് പറഞ്ഞിട്ട് അവസാനം ചോദിക്കുകയാണ്, എന്നെപ്പോലെ ഭാഗ്യഹീനനായ ഒരു രാജാവ് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ളതായി ഭവാൻ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്നേക്കാൾ ദുഃഖിതനായി ഒരാളും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുക. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ വിചാരിക്കും,
എൻ്റെ ഈ ദുഃഖമാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ദുഃഖം. എന്നെപ്പോലെ ഇത്രയും ദുഃഖം അനുഭവിക്കുന്ന ഒരാളും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. ഇതുപോലെ യുധിഷ്ഠിരനും കരുതുകയാണ്. യുധിഷ്ഠിരന്റെ ഈ ചോദ്യം കേട്ട് ബൃഹദശ്വ മഹർഷി പറയുകയാണ്, ഹേ രാജാവായ പാണ്ഡുപുത്ര, ഭവാനേക്കാൾ ദുഃഖിതനായി ആരും ഉണ്ടായിട്ടില്ലെന്ന് കരുതുന്നത് ശരിയല്ല. ഇപ്പോൾ ഭവാനെ ബാധിച്ചിട്ടുള്ളതിൽ അധികം ദുഃഖം അനുഭവിച്ച ഒരു രാജാവിനെ പറ്റി ഞാൻ പറയാം. അങ്ങേക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേട്ടാലും. അപ്പോൾ പറഞ്ഞു, എന്നെപ്പോലെ മഹാദുഃഖം അനുഭവിച്ച ഒരു രാജാവോ, അതാരാണ്? ഇങ്ങനെ പറഞ്ഞുകൊടുത്ത കഥയാണ് നള ദമയന്തിയുടെ ആ പ്രശസ്തമായ കഥ. അപ്പോൾ ഈ നളനും ഇതേപോലെ തന്നെ ഒരു ചൂതുകളിയാൽ, കള്ളച്ചൂതിനാൽ തോൽപ്പിക്കപ്പെട്ട് കാട്ടിലേക്ക് വരികയായിരുന്നു ഭാര്യയായ ദമയന്തിയും. അങ്ങനെ കാട്ടിൽ ജീവിക്കുന്ന കാലത്ത് ഈ നളന് ദാസന്മാരും തേരും എന്തിന് അങ്ങേക്കുള്ളതുപോലെ സഹോദരന്മാരൊന്നുമില്ലായിരുന്നു. ആരും അവനെ സഹായിക്കാനുണ്ടായില്ല. അങ്ങേക്കൊന്നുമില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ കൃഷ്ണനുണ്ട് വരാൻ. അങ്ങനെ ആരൊക്കെയുണ്ട്? ഇത്രയും ഋഷിമാരുണ്ട്. അതേസമയം നളൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് നളോപാഖ്യാനം എന്നൊരു വലിയ ഒരു ഉപാഖ്യാനമാണ് മഹാഭാരതത്തിൽ ഉള്ളത്. ഇവിടെ നളൻ ഇങ്ങനെ കാട്ടിൽ അലയുന്ന കാലത്ത് കൂടെ ഭാര്യയായ ദമയന്തിയും ഉണ്ട്. പക്ഷെ പിന്നീട് ഈ കലിയുടെ ഒരു ബാധയേറ്റ നളന് പിന്നീട് ഭാര്യയെ പോലും ഉപേക്ഷിക്കണം എന്ന് തോന്നുകയാണ്. അങ്ങനെ ദമയന്തിയെയും ഉപേക്ഷിച്ചിട്ട് നളൻ എങ്ങോട്ടോ പോയി. അങ്ങനെ ദമയന്തിക്കും ആരും ശരണമില്ലാതെ ദമയന്തിയും ആകെ അലഞ്ഞു തിരിഞ്ഞ് ഏതോ ഒരു കൊട്ടാരത്തിലെത്തി. അങ്ങനെ ഏകദേശം 4 വർഷത്തോളം രണ്ടുപേരും രണ്ടിടത്തായിട്ട് പല വേഷങ്ങളിലായിട്ട് കഴിയേണ്ടി വന്നു, ശരിക്കും ദാസിമാരെ പോലെ. ഈ സമയത്താണ് നളൻ ഒരു പാചകക്കാരനായിട്ട് ഒരു കൊട്ടാരത്തിൽ കഴിയുന്നത്. ഈ ഒരു കഥ വളരെ വിശദമായിട്ട് മഹാഭാരതത്തിലുണ്ട്. പക്ഷെ ഞാൻ ഉപാഖ്യാനങ്ങളൊന്നും പറയുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നീട് ദമയന്തിയും നളനും ഏകദേശം 4 വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ ഒരു കഥ പറഞ്ഞ് യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെ നളന്റെ കഥ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കുകയാണ്. എന്തായാലും നളൻ അനുഭവിച്ചത്രയൊന്നും യുധിഷ്ഠിര അങ്ങ് അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കുകയും ഇല്ല. അതുകൊണ്ട് അങ്ങ് ഒരിക്കലും ചിന്തിക്കരുത് അങ്ങാണ് ഏറ്റവും വലിയ ദുഃഖിതനായിട്ടുള്ളത്, അങ്ങയെപ്പോലെയൊരു കഷ്ടകാലം ആർക്കും ഉണ്ടായിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. അത് കഴിഞ്ഞിട്ട് യുധിഷ്ഠിരനോട് പറയുകയാണ്, അങ്ങ് ഇപ്പോഴും ഭയത്തോടെ വിചാരിക്കുന്നുണ്ടാകും, നന്നായി ചൂത് കളിക്കുന്ന ആരെങ്കിലും എന്നെ വീണ്ടും ചൂതിന് വിളിക്കുമോ എന്ന്. ഭവാന്റെ ഭയം ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു തരാം. അക്ഷഹൃദയം, അതായത് ചൂതിനെ കുറിച്ചുള്ള എല്ലാ അറിവും ഞാൻ അങ്ങേക്ക് പഠിപ്പിച്ചു തരാം. ഞാൻ ഇപ്പോൾ അങ്ങേക്ക് എല്ലാ അറിവും തരുന്നതാണ്. ഇങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞു, എങ്കിൽ വളരെ സന്തോഷമാണ്, എനിക്ക് അക്ഷഹൃദയം നന്നായി അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് ഉപദേശിച്ചു തന്നാലും. ഇങ്ങനെ ബൃഹദശ്വ മഹർഷി ആ പാണ്ഡുപുത്രന് അക്ഷഹൃദയം ഉപദേശിച്ചു. അനന്തരം അശ്വവിദ്യയും, അതായത് കുതിരയെ കുറിച്ചുള്ള നല്ല വിദ്യ, എല്ലാ അറിവും യുധിഷ്ഠിരന് കൊടുത്തു. പിന്നീട് ബൃഹദശ്വൻ അവിടെ നിന്ന് പോയി. ബൃഹദശ്വൻ പോയതിനു ശേഷം ഇതൊക്കെ അർജുനൻ എവിടെ പോയി എന്നറിയാതെ കഴിയുന്ന സമയത്തുണ്ടായ സംഭവങ്ങളാണ്. അർജുനൻ വായു മാത്രം ഭക്ഷിച്ച് ഉഗ്രമായ തപസ് ചെയ്യുന്ന വർത്തമാനം പിന്നീട് ഓരോരോ തീർത്ഥങ്ങളിൽ നിന്ന് വരുന്ന താപസ ബ്രാഹ്മണരിൽ നിന്ന് യുധിഷ്ഠിരന് അറിയാൻ സാധിച്ചു. അങ്ങനെ അവർ പറഞ്ഞു, അർജുനൻ ഘോരമായ തപസ്സാണ് ചെയ്യുന്നത്. ഇത് അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടിട്ടാണ് പറയുന്നത്. പിന്നീട് അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ നേടിയതും അതിൽ തന്നെ മഹാദേവൻ കിരാതമൂർത്തിയായി വന്ന് അർജുനനെ പരീക്ഷിച്ചതും ഒക്കെയുള്ള വൃത്താന്തങ്ങൾ പലരിൽ നിന്നായി യുധിഷ്ഠിരൻ അറിഞ്ഞു. അതേസമയം ഇവിടെ ഇന്ദ്രന്റെ ഒരു ദൂതുമായിട്ട് ലോമശ മഹർഷി വരുന്നുണ്ട്. പക്ഷെ അതിനു മുൻപേ തന്നെ തീർത്ഥസ്നാനങ്ങളിൽ പോകണമെന്നൊരാഗ്രഹം ഇവർക്ക് ഉണ്ടാവുകയാണ്. ഇതേ സമയത്ത് നാരദ മഹർഷി അവിടെ വന്നിട്ട് മഹർഷിയോട്
തീർത്ഥസ്നാനത്തിന്റെ അതിന്റെ ഫലങ്ങളെക്കുറിച്ചും എവിടെയൊക്കെയാണ് ഭാരതത്തിൽ നമ്മൾ തീർത്ഥസ്നാനം നടത്തേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു വർണ്ണന തന്നെ ഉണ്ട്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥസ്നാനങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വലിയൊരു വർണ്ണന തന്നെയുണ്ട്. അതിൽ നമുക്കറിയാവുന്നത് പോലെ അയോധ്യ, കാശി, ദ്വാരക ഇതൊക്കെ തന്നെയാണ്. ഇവിടെയൊക്കെയുള്ള പ്രഭാസ തീർത്ഥം, കാശിയിലെ ഗംഗാസ്നാനം, ഇതും കൂടാതെ ഒരുപാട് തീർത്ഥങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇങ്ങനെ നാരദ മഹർഷി അവിടെ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷം ധൗമ്യ മഹർഷിയോട് യുധിഷ്ഠിരൻ പറയുകയാണ്, എല്ലാ ദിവ്യാസ്ത്രങ്ങളും നേടിയ ശത്രുജിത്തായ അർജുനൻ വരുന്നതുവരെ നമുക്കിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാം. കാരണം അവന്റെ അസാന്നിധ്യം മൂലം ഈ കാമ്യക വനം, കൃഷ്ണയടക്കം ഞങ്ങൾക്ക് ആർക്കും തന്നെ ശാന്തിയെ തരുന്നില്ല. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം, വേറെ എവിടെയെങ്കിലും ഫലമൂലങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ധാരാളമുള്ളതും രമ്യവുമായ മറ്റൊരു കാട് കാട്ടിത്തരിക. അങ്ങനെ ധൗമ്യ മഹർഷിയും ഒരു തീർത്ഥയാത്രയെക്കുറിച്ചാണ് അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ 4 ദിക്കിലും ഉള്ള കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഇങ്ങനെ 4 ദിക്കിലുമുള്ള പ്രധാന തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ചിട്ട് ഈ ധൗമ്യ മഹർഷിയും ഇവരെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇപ്രകാരം ധൗമ്യ മഹർഷി യുധിഷ്ഠിരനോട് തീർത്ഥങ്ങളെ കുറിച്ച് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രന്റെ ദൂതുമായിട്ട് ലോമശ മഹർഷി അവിടെ എത്തുന്നത്. അങ്ങനെ ലോമശ മഹർഷി അർജുനൻ ഇന്ദ്രനോടൊപ്പം സ്വർഗലോകത്ത് സുഖമായി വസിക്കുന്നുണ്ട് എന്ന ആ ഒരു സന്തോഷകരമായ വാർത്ത ഇവരെ അറിയിക്കുകയാണ്. അതുമാത്രമല്ല, ദേവേന്ദ്രൻ പറഞ്ഞത് പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് പുണ്യവാന്മാരായി തീരണം എന്ന ആ ഒരു ഉപദേശവും ലോമശ മഹർഷി യുധിഷ്ഠിരനെ അറിയിക്കുകയാണ്. മാത്രമല്ല, ലോമശ മഹർഷി പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ ഒരുപാട് തീർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാ തീർത്ഥങ്ങളും ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട്. ഇനി 3ാമത്തെ വട്ടം ഭവാനോട് ഒന്നിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്നു. പുണ്യകർമ്മങ്ങൾ ചെയ്ത മനു മുതലായ രാജർഷികൾ ഈ തീർത്ഥങ്ങളിൽ പോയിട്ടുണ്ട്. തീർത്ഥയാത്ര ചെയ്താൽ ഭയങ്ങളെല്ലാം നീങ്ങിപ്പോകും. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങൾ ധൗമ്യ മഹർഷിയുടെ ഉപദേശപ്രകാരം തീർത്ഥയാത്രയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. കൃത്യസമയത്ത് തന്നെയാണ് അങ്ങും വന്നു ചേർന്നത്. എന്തായാലും ഞങ്ങൾ എല്ലാവരും ഇതാ പുറപ്പെടുവാൻ തയ്യാറായി ഇരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും കൂടെ പോകാനിരിക്കെ ലോമശ മഹർഷി പറഞ്ഞു, പോകുമ്പോൾ പരിവാരങ്ങളുടെ എണ്ണം കഴിയുന്നിടത്തോളം കുറയ്ക്കണം, എന്നാലേ സൗകര്യമായി യാത്ര ചെയ്യുവാൻ കഴിയുള്ളൂ. അങ്ങനെ യുധിഷ്ഠിരൻ തന്നെ അത്രയും കാലം ആശ്രയിച്ചിരുന്ന ഒരുപാട് ബ്രാഹ്മണരോട് തിരിച്ചു പോകാൻ, ഹസ്തിനാപുരിയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറയുകയാണ്. എങ്കിലും കുറച്ച് ബ്രാഹ്മണർ യുധിഷ്ഠിരനോട് അഭ്യർത്ഥിച്ചു, അങ്ങ് കാണാൻ പോകുന്ന തീർത്ഥസ്നാനങ്ങളിലൊക്കെ തീർത്ഥയാത്ര നടത്തണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. കാരണം അവിടമൊക്കെ പല ക്രൂരമൃഗങ്ങളാൽ ചുറ്റപ്പെട്ട വനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് അവിടങ്ങളിൽ ഒറ്റയ്ക്ക് പോയി തീർത്ഥയാത്ര നടത്താൻ സാധിക്കില്ല. അതേസമയം നിങ്ങളുടെ കൂടെ വരുമ്പോൾ അത്തരം ക്രൂരമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടുമല്ലോ, അതുകൊണ്ട് ഞങ്ങളെയും കൂടെ കൂട്ടണം എന്ന് ഈ ബ്രാഹ്മണർ, ഏതാനും ചില ബ്രാഹ്മണർ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ ആകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു സംഘം തീർത്ഥയാത്രയ്ക്കായിട്ട് പുറപ്പെടുകയാണ്. ഇങ്ങനെ തീർത്ഥയാത്ര നടത്തുന്ന സമയത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുടെ മാഹാത്മ്യം ഈ മഹാഭാരതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ആ സമയത്താണ് നമുക്കറിയാം, മലയാളത്തിലെ ഒരു പ്രശസ്തമായ സിനിമയായി വന്ന വൈശാലിയിലെ ഋഷ്യശൃംഗന്റെ കഥയൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഇങ്ങനെയുള്ള ഓരോ തീർത്ഥസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ അവിടുത്തെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇത്തരം കഥകളൊക്കെ വരുന്നത്. അഗസ്ത്യ മഹർഷിയുടെ കഥയുണ്ട്, ഒരുപാട് കഥകൾ വരുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഇത് ഇത്രയും വായിച്ചു പോവുക എന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് പ്രധാനപ്പെട്ട കഥാഭാഗങ്ങളിലൂടെ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്.